ഓട്ടോ അല്ല വിട്ടത്. അപ്പൻ അവസാനം തുള്ളിയും ചാടിയും ദൈവത്തെ സ്തുതിച്ചും ഇവിടെ വന്നപ്പോൾ അപ്പൻ്റെ ഇടുക്കും തെറ്റി. മിസ്രയീമിലെ രഥമാണ് അങ്ങോട്ട് വിട്ടത്. മിസ്രയീമിലെ രഥത്തിന് വെക്കുന്ന കുതിരയെന്ന് പറഞ്ഞാൽ കെടി കെട്ടിയ കുതിരയാ. ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിര. അതിനെ അങ്ങോട്ട് അമിച്ച് കെട്ടി അതിന് തേരാളികളേക്ക് ഇങ്ങോട്ട് വിട്ട് രഥം അങ്ങോട്ട് കനാനിലോട്ട് പോകുക. അപ്പോൾ രഥത്തിന്റെ കൊടിയുണ്ട്, കൊടിയുടെ കൊടിക്കൂറ ഇങ്ങനെ പാറിപ്പറക്കുക. അങ്ങനെ പാറിപ്പറക്കുമ്പോൾ പിള്ളേരപ്പച്ചനെ വിളിച്ചു, അപ്പച്ച ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ മിസ്രയീമിൽ നിന്ന് യോസേപ്പ് വെച്ച രഥത്തിന്റെ കൊടിക്കൂറ കണ്ട് കൊടി ഇങ്ങനെ പാറിപ്പറന്ന് രഥം വരുന്ന അടുക്കും തോറും പുള്ളിക്ക് ചൈതന്യം ഉണ്ടായെന്ന. അപ്പനെ രഥത്തിലോട്ട് കയറ്റി കനാനിൽ നിന്ന് മിസ്രയീമിലോട്ട് എന്നാ പരിവാരത്തോടെ. അതാ അപ്പനെ ചെയ്ത്. നീ നിന്റെ നല്ല വണ്ടി അപ്പനെ അമ്മയും കയറ്റിയിട്ടുണ്ടോ? നീ പുതിയ വണ്ടി മേടിച്ചോണെ അവള് കയറി ഫ്രണ്ടിലിരുന്ന് ബെൽറ്റ് വിട്ട് ഉടനെ പറയാ, തള്ളേനെങ്ങാനും ഇരുത്തി അതിൻ്റെ തനിനിറം എടി അമ്മച്ചിയും കൂടി എടുത്ത് കുമ്മച്ചി പുറകിലെങ്ങാനും വേണേ എന്നുവെച്ച് ഇവിടെ വന്ന അവള് ജീസസ് താങ്ക് ലോർഡ് ജീസസ് ഊളത്തരവെല്ലാം. ഇതിനെയൊക്കെ എന്നാ ചെയ്യണം? അയ്യോ, അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന്. അവന് വല്ലതും മിണ്ടാൻ പറ്റുമോ? അമ്മയെ കയറ്റാൻ പറ്റുമോ? ഭാര്യയെ കയറ്റാൻ പറ്റുമോ? ഭാര്യയെ കയറ്റിയ അമ്മ പണങ്ങും, അമ്മയെ കയറ്റിയ ഭാര്യ പണങ്ങും. അയ്യോ, നമ്മളെന്തു ഒരു സ്തോത്രം പറ. നിങ്ങൾക്ക് ഞാൻ വേറെ തരാം. ഇവരുടെ കാര്യമാണ് പറഞ്ഞ് ഉണ്ടെന്ന്. അങ്ങനെ ഒത്തിരി കേസുകളുണ്ടെന്ന്. യോസേപ്പ് അപ്പനെ രഥത്തിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കൊണ്ടുവരിക മാത്രമാണോ? അവിടോട്ട് വന്ന് ഫറവോനെ മുഖം കാണിക്കാൻ കൊണ്ടുപോയി. കാര്യങ്ങളെല്ലാം പറഞ്ഞേച്ച് ഗോശേൻ ദേശം നല്ല ഫലപുഷ്ടമായ സ്ഥലമാ. ദേശം കൊടുത്തു, താമസിക്കാൻ ഏരിയ കൊടുത്തു, വേണ്ട ക്രമീകരണമല്ല എല്ലാം ചെയ്തു. 17 കൊല്ലം അവിടെ പാർത്തപ്പൻ. 17 അല്ല, കഞ്ഞിയും വെള്ളം കുടിക്കാതെ കിടക്കുകയല്ല, 17 കൊല്ലം. അത് കഴിഞ്ഞപ്പോഴാണ് അപ്പം മരിച്ചത്. അപ്പോൾ യോസേപ്പ് മുഖത്ത് വീണ് കരഞ്ഞ് അങ്ങനെ ആ ചുംബനം കൊടുക്കണം. ഇത് തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുക്കുകയല്ല, ഒരു തൂവാല പോലും മേടിച്ചു കൊടുക്കുകയല്ല, ജീവിച്ചിരിക്കുമ്പോൾ വിളിക്കുകയല്ല, ചെല്ലുകയല്ല, അന്വേഷിക്കുകയല്ല. എന്നിട്ട് ചത്ത് കഴിയുമ്പോൾ അപ്പൻ്റെ ഫോട്ടോ ഉള്ള പോത്തേലും തെങ്ങേലും മതിലേലും ചാച്ചൻ നിത്യത പോടാ കൂച്ച നിത്യത. ഞാൻ തമാശ പറഞ്ഞതല്ല. എന്നുവെച്ചിട്ട് ഡെഡ് ബോഡി എടുക്കാൻ നേരത്തെ മാപ്പിളമ്പോ അല്ല കരണം പൊട്ടി അല്ല കണ്ണേ തേക്കണം ഒരച്ചേച്ച്. അന്തൊക്കെ തള്ളയ്ക്കും വെള്ളം കൊടുക്കാതെ അന്വേഷിക്കാതെ മോങ്ങാൻ വന്ന. ദൈവത്തിന് മഹത്വം. നിനക്ക് നന്മയുണ്ടാകുവാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ കൺവശം വെക്കാനല്ല. അറിയാമല്ലോ. അതെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ വിശേഷതയായി പറയാൻ പോകുന്ന ഈ യേശുവിന്റെ തിരുജനനം, മരണം വിശേഷപ്പെട്ട മരണമാണ്. എന്താ ഇവിടുത്തെ മരണത്തിന്റെ ഈ മരണം ദുഃഖമാണ്. പക്ഷെ യേശുവിന്റെ മരണം നല്ല വാർത്തയാണ്. എന്താ യേശു ക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാകാൻ കാരണം? ഒരു കാരണം കൊരിന്ത്യർക്ക് എഴുതിയ 15-ാം അധ്യായം 1-ാം ലേഖനം 15:3 മുമ്പേ വായിച്ചതിൽ ഒന്നുകൂടെ വായിച്ച ടോമിച്ച. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. ആൻസർ അവിടെ ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാകാൻ കാരണം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് യേശു മരിച്ചത്. ഇവിടെ ധാരാളം ആൾക്കാർ വന്ന് ജനിച്ചു, ജീവിച്ചു, മരിച്ചു. ആരും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് മരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അവര് മരിച്ചു, വേറെ ചില കാര്യത്തിന് വേണ്ടിയൊക്കെ മരിച്ചു. പക്ഷേ യേശു ക്രിസ്തു മരിച്ചത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താനാ. അതുകൊണ്ടാണ് ഈ മരണം നല്ല വാർത്ത. ഞാനെപ്പോഴും പറയാം, യേശുവിന്റെ മരണം നല്ല വാർത്ത. അതന്നെ, അതിന് വേണ്ടതുണ്ട് കാര്യം. വാക്യങ്ങൾ എടുപ്പിക്കാൻ നേരമില്ല, പറഞ്ഞു വിട്ടേക്കെ. അറിയാമല്ലോ എല്ലാവർക്കും. ഒന്ന്, മരിക്കാനാ ഇങ്ങോട്ട് വന്നേ. നമ്മളെല്ലാം ജീവിക്കാൻ വന്നതാണ്. യേശു വന്നത് മരിക്കാൻ. തന്നെ യേശുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ളതിനെ പറ്റി ഇങ്ങനെ ആക്കുന്നത്, മനുഷ്യപുത്രൻ വന്നത്, അങ്ങനെ എഴുതിയേക്കുന്നത്. മനുഷ്യപുത്രൻ വേറെ ഭാഗത്ത് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ. അപ്പൊ യേശുവിനെ പറ്റി പറഞ്ഞില്ല, വന്നെന്ന. അതിൻ്റെ അർത്ഥം നേരത്തെ ഉണ്ടായിരുന്നു.
ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോട് പൊന്നച്ചാൻ ചോദിച്ചു എപ്പോഴാ വന്നേ, അതാ അതിന്റെ ന്യായമായ ചോദ്യം. അല്ലാതെ ഞാൻ വന്നിരുന്നോണ്ടേ എപ്പോഴാ ജനിച്ചേ, അത് ഇപ്പൊ ചോദിക്കുന്നത് ലോജിക്കല്ലല്ലോ. പക്ഷെ ഇപ്പോഴത്തെ ന്യായമായ ചോദ്യം എപ്പം വന്നു. അപ്പൊ ഞാൻ പറയും വന്നതേ ഉള്ളൂ, അല്ലെ ഇപ്പോഴാ വന്നേ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു. എവിടുന്നോ ഇങ്ങോട്ട് വന്നതാ. അപ്പൊ യേശുക്രിസ്തു വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നേരത്തെ ഉണ്ടായിരുന്നു. എവിടെ? സ്വർഗത്തിലെ. അവിടുന്ന് ഇങ്ങോട്ട് വന്നു. അത് സ്വർഗത്തിൽ കൗൺസിൽ കൂടിയാണ് ഇങ്ങോട്ട് അയച്ചത്. 40-ാം സങ്കീർത്തനം. അപ്പോൾ ഞാൻ പറഞ്ഞു പുസ്തക ചുരുളി ആ ഭാഗത്തേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. ഇവിടുത്തെ കൗൺസിൽ കൂടി ഇങ്ങോട്ട് അയച്ചു. വന്നത് എന്തിനാ? ഒന്ന്, മരിക്കാനാ വന്നേ. 2, കൂടെ കൂടെ പറയുമായിരുന്നു മരിക്കുമെന്ന്. മരിക്കും. അണ്ടാ ഒരു വാക്യം വായിച്ചോ ചോമിച്ച മത്തായി 16:21. എല്ലാ വാക്യവും വായിപ്പിക്കാൻ നേരമില്ല. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പ്രസ്താവിച്ചെന്നല്ല, അന്ന് മുതല് പ്രസ്താവിച്ചു തുടങ്ങി. അങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. അന്ന് മുതല് എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞേച്ച് അയ്യോ ഞാൻ അബദ്ധം പറഞ്ഞതാന്നല്ല പറഞ്ഞേ. അന്ന് മുതൽ പറയാൻ തുടങ്ങി മരിക്കും. ഇങ്ങനെ പറഞ്ഞ ഏത് നേതാവുണ്ട്? അപ്പം മരണത്തിന്റെ വിശേഷതയാ. 1, മരിക്കാനാ വന്നേ. 2, അന്ന് മുതൽ മരിക്കുമെന്ന് പറഞ്ഞ് തുടങ്ങി. 3, എങ്ങനാ മരിക്കുന്നെന്നും പറഞ്ഞു. പലതും സഹിച്ചു. വേറെ ഭാഗത്തുണ്ട് ഉപദ്രവങ്ങള്, അടി, ആക്ഷേപം, നിന്ന. അപ്പം എല്ലാ വാക്യം ഒടിപ്പിക്കുന്നില്ല. എങ്ങനെ മരിക്കുമെന്ന് യേശു പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ഏത് നേതാവുണ്ട്? 4, ഈ മരണത്തിന്റെ പിൻപിൽ ആരാണെന്ന് യേശു പറഞ്ഞു. മഹാപുരോഹിതന്മാര്, ശാസ്ത്രിമാര്, പരീശന്മാര്, അങ്ങനെ ഇവരാ ഇതിന്റെ പിൻപിൽ അണിയറ. അത് യേശു പറഞ്ഞു. ഇങ്ങനെ ആര് പറഞ്ഞു? 5, ഈ മരിക്കുമെന്ന് പറഞ്ഞു. 5, എവിടെ വെച്ച് മരിക്കുമെന്ന് യേശു പറഞ്ഞു? യെരൂശലേമിൽ. ഏത് നേതാവ് ഇങ്ങനെ പറഞ്ഞു? യേശു അല്ലാതെ. എവിടെ വെച്ച് മരിക്കും? യെരൂശലേമിൽ. 6, മരിക്കുമെന്ന് പറഞ്ഞിടത്തല്ല മരിക്കും എന്ന് പറഞ്ഞ് നിർത്തിയില്ല. മരിക്കുമെന്ന് പറഞ്ഞിടത്തെല്ലാം ചേർത്ത് പറഞ്ഞു ഉയർക്കും. അതും പറഞ്ഞു. ഇങ്ങനെ ആര് പറഞ്ഞു? ഇങ്ങനെ മരിക്കുമെന്ന് പോലും പറഞ്ഞില്ലല്ലോ. അല്ല, മരിക്കാൻ നേരത്ത് ഒന്നും പലരും നമ്മൾ ചോദിക്കല്ലേ അപ്പച്ചൻ എങ്ങനെയാ മരിച്ച? അപ്പച്ചൻ അങ്ങ് പോയി വല്ലതും പറഞ്ഞു, പിന്നെ ഒന്നും മിണ്ടിയില്ല. യേശു അങ്ങനല്ല. 1, മരിക്കാൻ വന്നു. 2, മരിക്കുമെന്ന് കൂടെ പറഞ്ഞു. 3, എങ്ങനെ മരിക്കുമെന്ന് പറഞ്ഞു. 4, ഇതിന്റെ പിമ്പിൽ ആരാണെന്ന് പറഞ്ഞു. 5, എവിടെ വെച്ച് മരിക്കുമെന്ന് പറഞ്ഞു. 6, മരിക്കുമെന്ന് പറഞ്ഞിടത്തെല്ലാം സ്റ്റോപ്പ് ചെയ്യാതെ പറഞ്ഞു ഉയർക്കുമെന്നും പറഞ്ഞു. 7, എപ്പോഴേലും ഉയർക്കുമെന്നല്ല പറഞ്ഞ, 3-ാം ദിവസം ഉയർക്കും. എന്നെ നിർത്തണോ? സമയമായോ? ആയിക്കോട്ടെ. അപ്പോൾ 3-ാം ദിവസം ഉയർക്കുമെന്നും പറഞ്ഞു.
ഇതുപോലെ പറഞ്ഞ ഒരു നേതാവുമില്ല, യേശു മാത്രമേ ഉള്ളൂ. അല്ല, ഈ മരണം നല്ല വാർത്തയാണ് പറഞ്ഞത്. ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗം വിടുക. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. അല്പം കൂടെ വിശദീകരണമാ കൊരിന്ത്യ ലേഖനം. യേശു ക്രിസ്തുവിന്റെ ജനനം, മരണം, അടക്കം, ഉയർപ്പ്, ഇതാ സുവിശേഷം. ഇനി എന്തിനാ സുവിശേഷം? തീത്തോസ് 2:11 ഒറ്റവാക്കി പറയാം, സകല മനുഷ്യനും രക്ഷപ്പെടാൻ. അതിനാ സുവിശേഷം. ഒരു ഏരിയയോ ഒരു വിഭാഗക്കാരോ ഒരു മതക്കാരോ സംഘടനക്കാരോ ഒന്നുമല്ല, സകല മനുഷ്യനും. വായിച്ച് 2:11 തീത്തോസ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. മതി, തെളിഞ്ഞല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ. നീ ഹൈന്ദവനോ മുസ്ലിം സഹോദരനോ ബുദ്ധനോ ജൈനനോ പാഴ്സിയോ നാമധേയ ക്രിസ്ത്യാനിയോ നിരീശ്വരവാദിയോ കറുത്തതോ വെളുത്തതോ ഇരുനിറമോ പണ്ഡിതനോ പാമരനോ കുചേലനോ കുബേരനോ ആരുമായിക്കൊള്ളട്ടെ, ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. ആമൻ. സുവിശേഷം എന്തിനാണെന്നറിയാമോ? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഹല്ലേലൂയ. ഇതൊരു വിഭാഗക്കാരുടെ കുത്തകയല്ലെന്ന്. സകല മനുഷ്യനും രക്ഷപ്പെടണം. അല്ലാതെ ഞങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ മതി, വേറൊരുത്തനെല്ലാം പോട്ടെന്നല്ല. സകല മനുഷ്യരും. ദൈവത്തിന് മഹത്വം. ഓടിച്ചു പറയാ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഇനി ആരോടാ പറയേണ്ടത്? വായിച്ചേ ടോമിച്ച. മർക്കോസ് 16:15 മർക്കോസ് 13:10. ചടിയടാന്ന് വായിച്ചോ, നിർത്തുക. എല്ലാം അറിവുള്ള വാക്യമല്ലേ? മർക്കോസ് 16:15 13:10. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. സകല സൃഷ്ടികളും ഇത് കേൾക്കണം. അതെന്തിനാന്ന് ചോദിച്ചാൽ, വേറൊരു ചിന്തയെ പറഞ്ഞാൽ, ഈ സൃഷ്ടികളെല്ലാം ഞരങ്ങിക്കൊണ്ടിരിക്കുക. സൃഷ്ടിക്കെല്ലാം ഒരു വീണ്ടെടുപ്പുണ്ട്. നമ്മളൊരു പാട്ട് പാടുകയല്ലേ, സർവ്വ സൃഷ്ടികൾ ഏകമായി ഏങ്ങിടും രോദനം. കേൾക്കും. സർവ്വ സൃഷ്ടികൾ ഞരങ്ങുക. എന്തിനാ? ഇതിനൊരു വീണ്ടെടുപ്പുണ്ട്. അപ്പൊ സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കണം. മർക്കോസ് 10:13. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കണം. അപ്പൊ സകല ജാതികളും ഇത് കേൾക്കണം. ഈ ജാതി മതവും വർഗവും മരണമൊക്കെ മനുഷ്യനൊപ്പിച്ച വിനകൃതിയാ. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതിയാ. അതല്ലേ 17:24 അറിവുള്ള വാക്യമാ. അപ്പോസ്തല പ്രവൃത്തി 17:24 24 26 ഒന്ന് വായിച്ചേ ടോമിച്ച. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവനൊരുത്തൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കിയെന്ന 26 24 ലോകവും 26 ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. സകല എണ്ണോ ഒറ്റയൊരുത്തൻ്റെതാന്ന്. അന്നേരം നമ്മൾ പറയുക, ഞാൻ ഇച്ചിരി കൂടിയതാ, മറ്റവൻ ഇച്ചിരി, ഞങ്ങള് കുണ്ടറ പണിക്കരാ, ഉടനെ മറ്റവൻ ഞങ്ങൾ കുണ്ടറ തരകൻ, ഉടനെ മറ്റവൻ കുണ്ടറ മുതലാളി, അത് അടൂരാ. ഞങ്ങൾ മുതലാളി, മറ്റവൻ തരകൻ, മറ്റവൻ പണിക്കർ, പിന്നെ വേറെ ഏതാണ്ട് ഒരെണ്ണം കൊണ്ടുണ്ട്, വൈദ്യൻ, അത് നമ്മുടെ ചേതേവലക്കര. എന്നതാടാ ചുമ്മാ ഊളം വർത്താനമെല്ലാം പറ. ഓ, നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നില്ലല്ലേ? ഞാൻ ബൈബിൾ വിശ്വസിക്കുന്ന ആളാ. നീ പണിക്കനാന്നേലും തരകനാന്നേലും വൈദ്യനാന്നേലും മുതലാളിയാന്നേലും പിള്ളയാന്നേലും ആരാന്നേലും സകല എണ്ണ ഒറ്റ ഒരു തന്നെതാ. ആണ്ട മോന്ത തെളിയുന്നില്ലല്ലോ പറഞ്ഞിട്ട്, സത്യം പറഞ്ഞിട്ട്. തെളിയത്തില്ല. ഒന്ന് കേപ്പിക്ക് തോമിച്ചാ വായിച്ച. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. എടാ പൊട്ട, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ അവൻ ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവൻ ഉളവാക്കി. ഈ ലോകത്തിൽ പാർക്കുന്ന സകല മനുഷ്യരും ഒറ്റ ഒരുത്തന്റെ സന്തതിയാ. അതുകൊണ്ട് ആ സുവിശേഷം എല്ലാവർക്കും ആവശ്യം. സകല മനുഷ്യരും രക്ഷപ്പെടണം. എന്നാ ഈ ഭാഗം കട്ട് ചെയ്യണമെന്നാണോ ചെന്ന് പറഞ്ഞു കൊടുത്തേ? പിന്നെ എന്നാ പറഞ്ഞേ? പോവാന്ന? പൊക്കോ. ഞാനോർത്ത് നീ അവിടെ ചെന്ന് ഇതങ്ങ് കട്ടി എഴുതിയേക്കണം. അയാൾ അങ്ങനെ വായി വരുന്നതെല്ലാം ഇതങ്ങനെ കട്ടി എഴുതാ ഞാൻ.
സകല മനുഷ്യനും രക്ഷപ്പെടണം. ദൈവത്തിന് മഹത്വം. അപ്പൊ അതുകൊണ്ട് എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. അതല്ല, ഇതെല്ലാം ഒറ്റ ഒരുത്തന്റെ സന്തതിയാ. അതുകൊണ്ട് സഭയെ വരുന്ന നീ, ഞാൻ ഇച്ചിരി കൂടിയവനാ, മറ്റവൻ കുറഞ്ഞവനാ, മിണ്ടിപ്പോകരുത്. നിന്റെ അടിവയറ്റ് തീ കത്തിക്കും ദൈവം നീ വളച്ചിലെടുത്താൽ. എന്നാൽ ഒരുത്തൻ പറയാ ഞങ്ങള് സിറിയനാ, മറ്റവനോ അവര് പറഞ്ഞ അവൻ മരക്കാനാണ്. എടാ നിന്റെ സഭയെ വന്ന് ഞങ്ങൾ പണിക്കരാ, ഞങ്ങൾ വൈദ്യരാ, ഞങ്ങൾ മുതലാളിയാ, മറ്റവൻ അവൻ മരക്കാനാന്ന്. നിന്നിലും നല്ലതവനാ. ഇങ്ങനെ പറയുന്നവരുടെ കാര്യമാ ഞാൻ ഈ പറഞ്ഞേ. ഇത് പറയാത്ത എത്രയോ നല്ല മനുഷ്യരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും മോശക്കാരല്ല, നല്ല മനുഷ്യര് എല്ലാ വിഭാഗത്തിലും ഉണ്ട്. പക്ഷെ അവർക്ക് അവസരമില്ലല്ലോ. ഈ കാട്ടുകള്ളനെല്ലാം കൂടെ കയറി എനിക്ക് മനസ്സിലായി. ദൈവത്തിന് മഹത്വം. സകല മനുഷ്യനും രക്ഷപ്പെടണം. ദൈവത്തിന് മഹത്വം. ആട്ടെ, ഓടിച്ചു നിർത്താം. ഇച്ചിരി സമയം കൊണ്ട് എടുത്തോട്ടെ. എടുത്തോട്ടെ ഇച്ചിരി. ആട്ടെ. വളരെ സന്തോഷം. ദൈവത്തിന് മഹത്വം. അപ്പൊ എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആര് കേൾക്കണം? സകല ജാതികളും കേൾക്കണം. എല്ലാരും കേൾക്കണം. അതിനാ ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാ. മറ്റുള്ളതൊന്നും എല്ലാരും കേൾക്കാൻ കൊള്ളാവുന്നതല്ല. കേട്ടിട്ടില്ലേ? നമ്മൾ പ്രായമുള്ളവർ വർത്താനം പറഞ്ഞ ചില അമ്മമാരും അപ്പന്മാരും എന്തുവാടാ കീഴൊക്കെ ഇരിക്കുന്നത്? എന്നാ കേൾക്കാനാ? മൂത്തവര് വർത്താനം പറയുന്നതിന്റെ. അപ്പൊ മൂത്തവർ അത്രയൊക്കെയാ പറയുന്നേ. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ. ഇപ്പൊ നേരെ തിരിഞ്ഞു കൊച്ചുങ്ങള് അമ്മച്ചി എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ വർത്താനം പറയുന്നത്. കൊച്ചുങ്ങൾ അതിന്റെ അപ്പുറത്തതാ പറയുന്നത്. ചുരുക്കി പറഞ്ഞ പ്രായമുള്ളതും കൊള്ളാം, ഇടത്തരവും കൊള്ളാം, സകല എണ്ണവും ആർക്കും കേൾക്കാൻ കൊള്ളാത്തതൊക്കെയാ പറയുന്നത്. പക്ഷെ എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്നതാ സുവിശേഷം. എല്ലാവർക്കും കേൾക്കാം, എല്ലാവർക്കും കേൾക്കാം. പ്രായമുള്ളവർക്കും കേൾക്കാം, പിള്ളേർക്കും കേൾക്കാം, യൗവനക്കാർക്കും കേൾക്കാം. പാമൻ സ്വത്ത് ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് കേൾക്കാൻ കൊള്ളാവുന്നതാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സുവിശേഷം കേൾക്കാം. അപ്പൊ എല്ലാവർക്കും വേണ്ടി ആ സുവിശേഷം. സകലരും രക്ഷപ്പെടണം. അതിനാ. ഇനി എങ്ങനാ ഇത് പറയേണ്ടത്? അതാ മുമ്പേ വായിച്ച 5-ാം വാക്യം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-5 മുമ്പേ വായിച്ചില്ലേ? ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. ഇങ്ങനെ ഇത് പറയണ്ട, ഇങ്ങനെ പറയണം. ദൈവത്തിന് മഹത്വം. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും സുവിശേഷം പറയണം. അത് കേൾക്കേണ്ടത് എങ്ങനെയാണ്? 6-ാം വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിനെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. ഒരു ഭാഗവും കൂടെ പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടാം. എന്താ അത്? സുവിശേഷത്തിന്റെ വിശേഷതയാ. എല്ലായിടത്തും ഞാൻ പറയുന്ന കാര്യമാണ്. അല്ല, ഇത് പറയണമല്ലോ. സുവിശേഷത്തിന്റെ വിശേഷത. സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. എന്താ വിശേഷത? ചടികടാന്ന് വായിക്കണേ. ചടികട റോമാലേഖനം 1:16. എല്ലാവർക്കും അറിവുള്ള വാക്യമാണ്, പക്ഷേ എന്നാലും അറിഞ്ഞിരിക്കണം. റോമാലേഖനം 1:16 സുവിശേഷത്തിന്റെ വിശേഷത. ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 1:16 വായിരേ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ വിശേഷത. ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാ. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുന്ന ഒരേ ഒരു മാർഗം സുവിശേഷമാ. നിന്റെ കുടുംബത്തെ രക്ഷിക്കും, നിന്നെ രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രം രക്ഷകൻ. ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ് എന്ന് പറഞ്ഞാൽ ഈ രക്ഷ കരസ്ഥമാക്കുവാൻ ഭൗതിക വസ്തു ഒന്നും കൊണ്ട് കൊടുക്കണ്ട. ആട് വേണ്ട, കാട് വേണ്ട, മാട് വേണ്ട, കോഴി വേണ്ട, ആമൻ സ്വത്ത് ഏത്തക്കൊല വേണ്ട, പൂവങ്കൊല വേണ്ട, ആമൻ അരി വേണ്ട, പൊരി വേണ്ട, തുണി വേണ്ട, മണി വേണ്ട, കിണി വേണ്ട, ഒന്നും വേണ്ട. ആമൻ അയന്ന ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാര്യവുമില്ല. അതന്നെ, ഇത് മുഴുവൻ സൃഷ്ടിച്ചവൻ ദൈവമല്ലേ?
സൃഷ്ടിച്ച ദൈവത്തിന്റെ നീ കൊണ്ട് കൊണ്ടുവന്നിട്ട് എന്നെ എടുക്കാനാ? അത് അങ്ങനെയാണെന്നുള്ള പുസ്തകത്തിൽ വാക്യം വായിച്ച് മീഖ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവും പെട്ടെന്നൊന്ന് വായിച്ചേ. മീഖ 6:6 ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഗുണമൊന്നും വരികയല്ലെന്നാ എഴുതി വെച്ചിരിക്കുന്നത്. വായിച്ചേ. മീഖ 6:6 പെട്ടെന്ന് വായിരേ. മീഖ എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു. എന്തൊന്നും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നു. അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. പിന്നെ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? ചെന്നിട്ട് കാര്യമില്ലെന്നാ. പിന്നെ 1000 ആട്ടുകൊറ്റിലും 1000 ആട്ടുകൊറ്റിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? അപ്പൊ ഇത് തൈലനദി കൊണ്ട് കൊടുത്തിട്ടോ തൈലം കൊടുത്തിട്ടോ എണ്ണ കൊടുത്തിട്ടോ ഇത് ഭൗതിക വസ്തുക്കൾ കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ലെന്ന്. ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതല്ലേ? അതെ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ മുഴുവനും ഉണ്ടാക്കിയവനാ ദൈവം. സമുദ്രത്തെ നോക്കി വെച്ച് പറഞ്ഞു കൂട്ടമായിട്ട് ജനിക്കട്ടെന്ന്. തിമിങ്ങലം മുതൽ ചൂട വരെ, എന്റെ ഭാഷയില, തിമിങ്ങലം മുതൽ ചൂട് വരെ. അന്നേരം നീ 2 നെന്മീന്റെ വാലയെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് 2 നെന്മീൻ സ്വർഗത്തിരുന്ന ദൈവം 2-ാം സങ്കീർത്തനത്തിൽ ചിരിക്കുന്നെന്ന് പറഞ്ഞ പോലെ ദൈവം ചിരിക്കുക. വിട്ടി തിമിങ്ങലത്തെ വരെ ഉണ്ടാക്കി എനിക്ക് ആന്നോടാ നിന്റെ 2 കരയിലോട്ട് നോക്കി വെച്ച ദൈവം പറഞ്ഞു കൂട്ടമായിട്ട് ജന്തുവർഗം. ഇന്നത്തെ രീതി അനുസരിച്ച് പുറകിലോട്ട് പോകുന്നില്ല. ആന മുതൽ അരണ വരെ ദൈവത്തിനാ നിന്റെ ഒരാട്, അതും കറക്കാൻ സമ്മതിക്കാത്ത ചൊരത്താത്ത ആട് പിടിച്ച് ഞാനാ പോലും ഒരു തുള്ളി പാല് വരുന്നില്ല. ആടിനെ വലിച്ചോണ്ട് പോവാ പെയ്ത്തോമിലിട്ടു. ആടിങ്ങനെ നിൽക്കുക. അയ്യോ നിന്റെ ആടും മാട് പോലും ദൈവത്തിന് വേണ്ടെന്നേ. വേണോ? വേണ്ട. വായിച്ചേ 50-9 സങ്കീർത്തനം. പെട്ടെന്ന് വായിര്. 50-9 ഒരു പ്രാസത്തില്ല. 50-9 വായിരേ. അത് തന്നെ അമ്മാമ വായിച്ചല്ലോ. നിന്റെ വീട്ടിൽ നിന്ന് കാളയോ? അയ്യോ എന്റെ തങ്കച്ച, നിന്റെ വീട്ടിൽ നിന്ന് കാളയോ? മേരിക്കുട്ടി നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. വേണ്ടെന്ന്. ജേഴ്സിയാണ് ദൈവത്തിന്. പിന്നെ ദൈവത്തിന് ജേഴ്സിയും മേടിച്ചൊന്നും വേണ്ട. നിന്റെ വീട്ടിൽ നിന്ന് കാളയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. അടുത്തത് കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ മുഴുവൻ സൃഷ്ടിച്ച ദൈവമാ. ആ ദൈവത്തിനാണോ നിന്റെ ആടും മാടും? ദൈവത്തിന് വേണ്ട. അടുത്തത് മലകളിലെ പക്ഷികളെ ഒക്കെ ഞാൻ അറിയുന്നു. സകല പക്ഷികളെയും ദൈവം, കുരുകില് മുതല്, അല്ല കുരുകിലും ചെറുതുണ്ട്, വിട്ടിലും ചെറുതുണ്ട്, കൊതുകിലും ചെറുതുണ്ട്. അത് സൃഷ്ടിച്ചവനാ ദൈവം. എന്റെ ഭാഷ പറഞ്ഞ കൊതുക് മുതൽ ഗരുഡൻ വരെ, ഈച്ച മുതൽ. പണ്ട് എടുത്തച്ഛനൊരു നമ്പിയാരാന്ന് തോന്നുന്നൊരു ഒരു വരി കവിതയിലുണ്ട്. പക്ഷീന്ദ്രനുണ്ട് ഗരുഡനെന്നോർത്തിട്ട് അക്ഷികക്കൂട്ടം മതിക്കും കണക്കിനെ. പക്ഷികളുടെ രാജാവാ ഗരുഡൻ, അക്ഷികക്കൂട്ട ഈച്ച. അപ്പൊ ഈച്ച മുതൽ ഗരുഡൻ വരെ സൃഷ്ടിച്ചവനാ ദൈവം. അന്നേരം ദൈവത്തിനൊരു 2 പെടക്കോഴി 1 പൂവൻ കോഴി എവിടെ പോകുന്ന അമ്മാമേ? ദൈവത്തിനോട് പിന്നെ പുള്ളി അടവെക്കാൻ പോവല്ലേ? ദൈവത്തിന് നിന്റെ കോഴിയും വേണ്ട, ആടും വേണ്ട, താറാവും വേണ്ട, ആടും വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിന് നിന്നെ ആവശ്യം. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വസിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഓർപ്പിക്കട്ടെ. 5 പൈസ കൊടുക്കണ്ട, 1 കാശ് കൊടുക്കണ്ട, 1 മൈൽ നടക്കണ്ട. ഇന്ന് രാത്രി ഹൃദയം കർത്താവിന് കൊടുക്ക്. സുവിശേഷത്തിന്റെ വിശേഷത, സുവിശേഷം നിന്നെ രക്ഷിക്കും.